വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 24, 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. യേശുവിന്റെ സ്വർഗാരോഹണം. അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ ജെറൂസലേമിലേക്ക് മടങ്ങി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. യേശുവിന്റെ സ്വർഗാരോഹണം. യേശുവിന്റെ സ്വർഗാരോഹണ രംഗം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് സുവിശേഷകനായ വിശുദ്ധ ലൂക്ക ഈ സുവിശേഷ ഭാഗത്തിലൂടെ. യേശു ശിഷ്യന്മാരിൽ 11 പേരെയും ഒരുമിച്ച് വിളിച്ചുകൂട്ടി അന്തിമ വചസ്സുകൾ എന്ന രീതിയിൽ അവരോട് സംസാരിക്കുന്നു. സംസാരത്തിന്റെ അവസാനത്തിൽ അവരെ എല്ലാവർക്കും സുപരിചിതമായ ബേഥനിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ശിഷ്യന്മാരുമൊത്ത് അവിടെ എത്തിയ യേശു താൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യാനുള്ള സമയം സമാഗതമായി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ശിഷ്യന്മാരെ 2 കൈകളും ഉയർത്തി ആശീർവദിക്കുന്നു. അങ്ങനെ ആശീർവദിച്ചുകൊണ്ട് നിൽക്കേ തന്നെ ശിഷ്യന്മാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നു. ശിഷ്യന്മാർ കൺകുളിർക്കെ ആനന്ദഭരിതമായ രീതിയിൽ അത് നോക്കി നിൽക്കുന്നു. സന്തോഷത്തിന്റെ ആധിക്യത്താൽ തീർച്ചയായും സങ്കീർത്തനങ്ങളും സ്തുതി കീർത്തനങ്ങളും പാടിക്കൊണ്ട് അല്പസമയം അവർ അങ്ങനെ നിർനിമേഷരായിട്ട് അവിടെ തന്നെ നിന്ന് കാണും. അതിനുശേഷം സ്വയം പ്രേരിതരായിട്ട് എന്ന് തോന്നത്തക്ക വിധത്തിൽ എല്ലാവരും തന്നെ ജെറൂസലേം ദേവാലയത്തിന്റെ അകത്തളങ്ങളിലേക്ക് പോകുന്നു. അവിടെ അവർ ദൈവികമായ ചിന്തയിൽ മുഴുകി തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിന്റെ നിർവഹണത്തിന് വേണ്ടി തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ആ ദേവാലയത്തിൽ കഴിഞ്ഞുകൂടുന്നതായിട്ടാണ് സുവിശേഷകൻ തന്റെ സുവിശേഷ രചന പൂർത്തിയാക്കുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം നാം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വിശുദ്ധ ലൂക്ക യേശുക്രിസ്തുവിന്റെ സുവിശേഷ രചനയുടെ ആരംഭത്തിൽ സുവിശേഷം തുടങ്ങുന്നത് തന്നെ യേശുക്രിസ്തുവിനെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുത്ത് നിയോഗിച്ച യോഹന്നാൻ മാംദാന ശിശുവായി പിറന്ന ആ സമയത്ത് ആ ശിശുവിനെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് സമർപ്പണം ചെയ്യുന്ന ആ പ്രക്രിയയോടുകൂടിയാണ് തന്റെ സുവിശേഷ രചന ആരംഭിക്കുന്നത്. ആ സുവിശേഷ രചനയ്ക്ക് അവസാന രൂപം കൊടുക്കുന്നത് തന്നെ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത് യുഗാന്തരങ്ങളിലൂടെ ജീവിക്കാനിടവരുന്ന ജനങ്ങൾക്ക് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം തെരഞ്ഞെടുത്ത് നിയോഗിച്ച ശിഷ്യന്മാർ അതേ ജെറൂസലേം ദേവാലയത്തിന്റെ അകത്തളങ്ങളിൽ ചെന്ന് ദൈവത്തിന് സ്വയം പ്രതിഷ്ഠിക്കുന്ന ആ രംഗത്തോടു കൂടിയാണ് ആ സുവിശേഷ രചന പൂർത്തിയാക്കുന്നതും എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒന്നാണ് എന്ന് നാം നോക്കിക്കാണേണ്ടതുണ്ട്. ഇങ്ങനെയാണ് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷ രചന വിശുദ്ധ ലൂക്കായുടെ മനോനുകരത്തിൽ പിറന്ന രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെട്ടിട്ടുള്ളത്.